ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതിനാദ്യമായിട്ട് നമ്മൾ അയില വെട്ടി വൃത്തിയാക്കുകയാണ്. കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അയില 4 അയിലയുണ്ട്, അത് വെട്ടി ഒന്ന് വൃത്തിയാക്കുക. അത് കഴിഞ്ഞ് മറ്റുള്ള ഭാഗങ്ങൾ ഓരോന്നും വഴിയെ കാണിച്ചു തരാം. ഓക്കെ, അയില വെട്ടി വൃത്തിയാക്കട്ടെ. ലോലാമ്മയാണ് അയില വെട്ടി വൃത്തിയാക്കാൻ പോകുന്നത്. അയില വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് വറക്കാനുള്ള അയിലയാണ്. അപ്പോൾ ലോലാമ്മ അയില വെട്ടി വൃത്തിയാക്കിക്കൊണ്ടുവന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ വറക്കുന്നത് പോലെ ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള മസാലകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുളക് പൊടി, പെരിഞ്ചീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കുരുമുളകും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചതാണത്. അപ്പോൾ ഇത്ര സാധനമാണ്. ഇതിനകത്ത് ആണ് ഈ മസാല കൂട്ടി ഇത് പുരട്ടി നമ്മൾ കുറച്ച് സമയം വെക്കുകയാണ്. അപ്പോൾ അത് പുരട്ടാം. പേസ്റ്റ് കണക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് മീൻ പുരട്ടി വെക്കാം. അത് നല്ലപോലെ പേസ്റ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് നല്ല പോലെ ഇത് വീട്ടിൽ സാധാരണ വറക്കുന്ന പോലെ തന്നെ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം മസാല പുരട്ടി റെഡിയാക്കി വെച്ച് ഒരു 5 മിനിറ്റ് ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടികൾ തുടങ്ങാം. മീൻ നമ്മൾ പുരട്ടി ഓൾറെഡി വെച്ചിരിക്കുകയാണ്. പക്ഷേ കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. അത്ര സമയം കൊണ്ട് നമുക്ക് അടമാങ്ങയാണ് ഉണ്ടോ? ഇത് ലോലാമ്മ മാങ്ങ കൂടുതലുള്ള സമയത്ത് ശരിയാക്കി വെച്ചിരുന്ന മാങ്ങയാണ്. ഇതുകൊണ്ട് നമുക്കൊരു അച്ചാറിടാം. ഓരോ കാര്യങ്ങളും വഴിയെ നമുക്ക് പറഞ്ഞുതരാം. അടമാങ്ങ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാങ്ങ കൂടുതലുള്ള സമയത്ത് മാങ്ങ എടുത്ത് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് പൂളി ഉപ്പും പുരട്ടി ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം വെയിലത്തിട്ട് നല്ലതുപോലെ ഉണങ്ങിയെടുക്കുക. കണ്ടോ, ഇത് സ്ഥലം കേട്ടോ. ഉണങ്ങിക്കഴിയുമ്പം എയർടൈറ്റുള്ള പാത്രത്തിൽ വെച്ച് അടച്ച് സൂക്ഷിക്കുക. ഇത് നമുക്ക് മാങ്ങ ഇല്ലാതെ വരുന്ന സമയത്ത് മാങ്ങ ഇട്ട് ഏത് കറിക്കും ഇത് ഉപയോഗപ്പെടും. എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഈ അടമാങ്ങയും കൊണ്ട് അച്ചാറിടാനാണ് ഒരുങ്ങുന്നത്. കണ്ടോ, ഇത് അച്ചാറിടുമ്പം ഇത് ചെറിയ കഷ്ണങ്ങളാക്കണം. ഇത് കണ്ടോ, കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് ഇടുകയാണ്. ആ അച്ചാറ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് കാണിക്കാം. ഇത് തന്നെയല്ല, ഇതിൻ്റെ കൂടെ വേറെ കാര്യങ്ങളുണ്ട്, അത് വഴിയേ പറഞ്ഞുതരാം. അടമാങ്ങ നമ്മൾ ചെറിയ പീസാക്കി വെള്ളത്തിലിട്ടതാണ്. കണ്ടോ, ചെറിയ പീസാക്കി വെള്ളത്തിലിട്ട്. അടമാങ്ങ അച്ചാറിടാനുള്ള സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞുതരാം. കായപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് മഞ്ഞൾപ്പൊടിയാണ്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെളിച്ചെണ്ണ, കരിയാപ്പല. ഇത്ര സാധനങ്ങളാണ് നമ്മൾ അച്ചാറിടാൻ വേണ്ടത്. നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിൽ വെച്ചാണ്. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം. അടുപ്പ് കത്തിക്കുകയാണ്. ഈ ചീനച്ചട്ടിയാണ് വെക്കുന്നത്. ചട്ടിയൊന്ന് ചൂടായിക്കോട്ടെ. ചൂടായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക.
ആദ്യം വെളിച്ചെണ്ണയാണ് ഇരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് അല്പം ചൂടായിക്കോട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഉലുവയാണ് ഇടുന്നത്. അല്പം ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കടുക്, കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കരിയാപ്പില, കരിയാപ്പില ഇട്ട് വെളുത്തുള്ളിയുടെ ഒരല്പം കളർ മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തത് ഇഞ്ചി ഇടും. ഇഞ്ചിയാണ്. ഒരു സ്വല്പം സമയം കഴിയുമ്പോൾ നേരെ പച്ചമുളക് കൂടി ഇടുക. പച്ചമുളക് ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അല്പം കളർ മാറുമ്പം നമുക്കടുത്ത എരിവ് ചേർക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. മുളക് പൊടി നമുക്ക് എരിവ് എന്തുമാത്രം വേണം അത് കണക്ക് കൂട്ടി ചേർക്കുക. ഈ അല്പം കുറച്ച് വെക്കുകയാണ്, മുളക് പൊടി കരിഞ്ഞു പോകാതെ ഇരിക്കേണ്ട. മഞ്ഞപ്പൊടി, ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. മാങ്ങയ്ക്കകത്ത് ഓൾറെഡി ഉപ്പ് നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. ഉപ്പിട്ടാണ് മാങ്ങ ഉണങ്ങിയിരിക്കുന്നത്. ഉപ്പ് ചേർക്കുക. ഉപ്പും ചേർത്ത് ഇനിയിപ്പം നമുക്ക് കുറച്ച് വെള്ളം ചിരിക്കണം. അടമാങ്ങ ഇടാൻ പോവാണ്. അടമാങ്ങ ഇട്ട് നമ്മൾ ഇന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മളെ അടമാങ്ങ ആയ കാരണം നല്ലതുപോലെ ഉണങ്ങിയതാണ്. അപ്പോൾ ഇപ്പം തന്നെ ഇതിൻ്റെ അകത്തെ വെള്ളം, നമ്മൾ ചരിച്ച വെള്ളം ഉടനെ പറ്റിപ്പോകും. അപ്പം ആണ് കണ്ടീഷൻ. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചരിക്കേണ്ടി വരും. അടമാങ്ങ കുതിർന്ന് കഴിയുമ്പോൾ ചരിക്കുന്ന വെള്ളം സടിയേന്ന് അങ്ങ് പറ്റിപ്പോകും. അപ്പോൾ ആദ്യമേ ഒത്തിരി വെള്ളം കണക്കില്ലാതെ ചരിച്ചു കഴിഞ്ഞാൽ അത് വിഷയമാകും. അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ചരിക്കുന്നത്. അടമാങ്ങ ഒന്ന് തിളച്ചോട്ടെ. തിളയ്ക്കാൻ തുടങ്ങി. കായം ചേർക്കാൻ പോവുക. കുറച്ച് കായം വേണ്ട, കുറച്ച് കായം. കായത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണം. അടമാങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് താത്ത് വെക്കാം. അയില വറക്കുന്നതിന് വേണ്ടി നമ്മൾ പാന അടുപ്പിലിട്ട് വെക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചിരിക്കുക. എണ്ണ ചൂടായിരിക്കുകയാണ്. നമ്മൾ 2 തണ്ട് കരിയാപ്പില വെക്കുന്നത്. മസാല പുരട്ടി വെച്ചിരിക്കുന്ന അയില നമ്മൾ നേരെ പാനകത്തോട്ട് വെക്കുകയാണ്.
അയില വറുത്ത് അത് റെഡിയായിരിക്കുകയാണ്. അപ്പം നമ്മൾ കറികളെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. കണ്ടോ, ഇത് നമ്മുടെ അടമാങ്ങ അച്ചാർ, ഉള്ളിത്തീയൽ, തൈര്, ഇത് മത്തി പീര വെച്ചത്, അയില നമ്മൾ വറുത്തെടുത്തത്, കപ്പ. അപ്പം നിങ്ങൾ വിചാരിക്കും കപ്പ തിന്നാനായിരിക്കുമെന്ന്. അല്ല, ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നത്. ഞാൻ പഴങ്കഞ്ഞി എടുത്തുകൊണ്ട് വരാം. ഇന്നലെ വൈകിട്ട് നമ്മൾ ചോറ് വെച്ചപ്പം അധികം ചോറ് അധികം വന്ന് അതിനകത്ത് കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ ചതച്ചിട്ടിരിക്കുന്നതാണ്. ഏലാമ്മ പഴങ്കഞ്ഞി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്പം കപ്പ, കുറച്ച് കപ്പ, ഒരു അല്പം തൈര്, നിറയ്ക്കുന്ന തൈര. നമുക്ക് ആദ്യം ഒരു ശകലം ഉള്ളിത്തീയൽ, കുറച്ച് ഉള്ളിത്തീയൽ, കുറച്ച് അടമാങ്ങ. അടമാങ്ങയ്ക്ക് നല്ല പുളി കാണും. ഇതിട്ട് നമ്മൾ അല്പം ഉപ്പിട്, ഉപ്പ് കുറച്ചേ ചേർക്കുന്നുള്ളൂ. പോരാതെ വന്നാൽ വീണ്ടും നമുക്ക് ചേർക്കാം. നമ്മൾ പഴങ്കഞ്ഞി എടുത്തിട്ടുണ്ട്, കപ്പയെടുത്ത്, തൈരെടുത്ത്, ഉള്ളിത്തീയലെടുത്ത്, അടമാങ്ങ എടുത്ത്, മത്തി വറ്റിച്ചെടുത്ത്, അയില എടുത്ത്, അയില കറി വെച്ചെടുത്ത്. ഇവർ ലോലാമ്മയും കൊച്ചുവാവയും മത്തിയും അയിലയും അവരുടെ പഴങ്കഞ്ഞിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് വേറെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. ഇതെല്ലാം കൂടെ നമ്മുടെ പിള്ളേർ പറയുന്നത് പോലെ അങ്ങോട്ട് ഞെവടി അങ്ങോട്ട് ചേർക്കുക. ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അപ്പം പണ്ടൊക്കെ ഈ പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ടാണ് പള്ളിക്കൂടത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ പഴങ്കഞ്ഞി കുടിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം പഴങ്കഞ്ഞി എന്ന് പറയുമ്പം വലിയൊരു ഇഷ്ടമാണ്. അപ്പം ഞാനിതൊന്ന് നോക്കട്ടെ. നല്ല തണുപ്പുണ്ട്. തൈരും പഴങ്കഞ്ഞി, ഇന്നലത്തെ കഞ്ഞി ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഞാൻ ഒന്ന് കഴിക്കാം. നമ്മുടെ ഈ തൊണ്ടയ്ക്കൊന്നും കൊണ്ട് ഇറങ്ങുമ്പോൾ കിനിഞ്ഞ് ഇറങ്ങുന്ന പോലെയാണ് പഴങ്കഞ്ഞി. ഈ പഴങ്കഞ്ഞി എല്ലാ ദിവസവും നമ്മൾ കഴിച്ചാൽ അന്നത്തെ ദിവസം വലിയ ദാഹവും വിശപ്പും ഉണ്ടാകത്തില്ല, നല്ല ഉന്മേഷവുമാണ്. സമയം കിട്ടുമ്പോഴും ചോറധികം വരുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ പഴങ്കഞ്ഞി തന്നെ കഴിക്കും. മറ്റ് ആഹാരങ്ങൾ ഒഴിവാക്കി പഴങ്കഞ്ഞി തന്നെ കുടിക്കും. എല്ലാം പറഞ്ഞു കേട്ടില്ലേ, ചൂട് സമയത്ത് ഏറ്റവും സുഖമാണ് പഴങ്കഞ്ഞി കുടിക്കുന്നത്. നമ്മുടെ അയില ഈ കപ്പയും ഉള്ളിത്തീയലും അടമാങ്ങ അച്ചാറും ഉണ്ടായപ്പോൾ, തൈരും കൂടെ ആയപ്പോൾ നല്ല സൂപ്പർ. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ ഉള്ളിയും പച്ചമുളകും കൂടെ ലോലാമ്മ ചതച്ചിടുകയും കൂടെ ചെയ്തു. അടിപൊളി സാധനം. കഷ്ണം മത്തി. ഇപ്പം ഞാനിപ്പോൾ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ പഴങ്കഞ്ഞി കൂടി നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.